ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ശബ്ദം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോറി. ഞാൻ ഓഫീസിൽ നിന്നാണ് വ്ളോഗ് എടുക്കുന്നത്. പുറത്തു കൂടി ആൾക്കാരൊക്കെ നടന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഒരു 1 മന്ത് വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ട്രെയിനർ എനിക്കൊരു പേഴ്സണൽ ഡയറ്റ് തന്നിട്ടുണ്ട്. അതും പിന്നെ ഞാൻ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത് രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് 1 മാസം കൊണ്ട് എത്രത്തോളം വെയിറ്റ് കുറക്കാൻ പറ്റും എന്നാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഇത് ഫോളോ ചെയ്യാൻ ഞാൻ ആരുടെ പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നി, അതായത് ഞാൻ ചെയ്യുന്ന കാര്യം ഷെയർ ചെയ്യാം. അത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത് നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും എൻ്റെ കണ്ടീഷൻസൊക്കെ വെച്ചിട്ടാണ് എനിക്ക് പേഴ്സണൽ ഡയറ്റ് അവർ തന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട, ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുക. ആ പരിപാടി വേണ്ട. അതായത് ഫുഡ് സ്കിപ്പ് ചെയ്താൽ വണ്ണം കുറയും, നല്ലോണം മെലിയും, സ്ലിമ്മാവും, അങ്ങനെ ഒരു ധാരണ വേണ്ട. ഫുഡ് സ്കിപ്പ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. അപ്പം ഫുഡൊന്നും ഞാൻ സ്കിപ്പ് ചെയ്യണില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമുക്ക് ഒരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാം. ഫസ്റ്റത്തെ കാര്യം, എനിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓവർ വെയ്റ്റ് ആണ്. പക്ഷെ ഒബിസിറ്റി ആയിട്ടില്ല, ഓവർ വെയ്റ്റ് ആണ്. BMI നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ വെയ്റ്റ് പറയുന്നത് 71 kg ആണ്. 71 പോയിൻറ്റ് സംതിങ് ഉണ്ട്. ഞാനതിവിടെ കാണിക്കാം. ഞാൻ ജിമ്മിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഓവർ വെയ്റ്റ് ആണ്. പക്ഷെ എനിക്ക് നല്ലോണം കുറക്കണം. എനിക്കൊരു 10-15 കിലോ കുറക്കൊന്നും വേണ്ട. എനിക്കൊരു 5 to 6 kgയുടെ ഉള്ളിൽ കുറച്ചാൽ മതി. അപ്പം ഞാൻ ആദ്യം 1 മാസം എടുത്ത് നോക്കിയിട്ട് വർക്കൗട്ട് ആവുമെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മൾ ഡയറ്റിലൊക്കെ ചേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി 3 ലിറ്റേഴ്സ് വെള്ളം കുടിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് പേഴ്സണൽ ട്രെയിനർ പറഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനനുസരിച്ചായിരിക്കും വർക്കൗട്ട് പ്ലാനും എല്ലാം. അപ്പം ഈ വർക്കൗട്ട് പ്ലാൻ എന്താ, എക്സസൈസ് എന്താ ചെയ്യുന്നത്, പിന്നെ എന്താണ് മീൽസ്, എന്ത് രീതിയിലാണ് കഴിക്കുന്നത്, ഏത് രീതിയിലാണ് കഴിക്കുന്നത്, നോൺ വെജാണോ വെജാണോ, എല്ലാം ഞാൻ ഓരോ ദിവസം റീലായിട്ടോ വ്ളോഗായിട്ടോ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എനിക്ക് PCOD ഉണ്ട്. അപ്പോൾ PCOD ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫോളോ ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 1 മന്ത്, അതായത് 3 to 4 വീക്സിനുള്ളിലായിരിക്കും ഞാനിത് ചെയ്യുന്നത്. 3 to 4 വീക്സിലായിരിക്കും ഏത് രീതിയിലാണ് ഫുഡ് കഴിക്കേണ്ടത്, എന്ത് ഫുഡ് ഐറ്റംസാണ് കഴിക്കേണ്ടതെന്ന് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ ഏതെങ്കിലും വെജ് സാലഡായിരിക്കും ചെയ്യുന്നത്. അപ്പം ഡെയിലി കണ്ടിന്യൂസ് ആയി ഈ 1 മാസം സെയിം വെജ് സാലഡ് തന്നെ കഴിക്കുക പറഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പം നമുക്ക് പുതിയ പുതിയ റെസിപ്പീസ് ഉണ്ടാക്കി നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ കൂടാത്ത രീതിയിൽ നമുക്ക് പുതിയ പുതിയ ഐറ്റംസായി നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ എല്ലാം ഉണ്ട്. റൈസൊന്നും ഞാൻ ഫുള്ളായി കട്ട് ചെയ്യുന്നൊന്നുമില്ല. ഒരു നേരം എനിക്ക് റൈസ് കഴിക്കാം, ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി കഴിക്കാം, ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ കഴിക്കാം. അങ്ങനത്തെ ഒരു ഡയറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് ഡയറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പം ഡെയിലി ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്, അതായത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, ഞാൻ ഡെയിലി ഒരു റീലായിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ വരുന്ന എക്സസൈസ്, വർക്കൗട്ട്, അതൊക്കെ ഞാൻ ഡേ ബൈ ഡേ ആയി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ ഞാൻ ആർക്കും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ PCOD ഉണ്ട്, പിന്നെ അതായത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഡയറ്റ് ഫോളോ ചെയ്യാം. പിന്നെ വണ്ണം കുറക്കണം, തടി ഒരു പ്രശ്നമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് PCOD വന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് കുറക്കാമെന്ന് ഉള്ളൊരു പ്ലാനിലെത്തിയത്. അല്ലാണ്ട് എനിക്ക് വെയിറ്റ് കുറക്കുന്ന ഞാൻ ആരും പറഞ്ഞിട്ടോ എനിക്ക് വേണ്ടാഞ്ഞിട്ടോ ഒന്നുമല്ല. അപ്പോൾ എന്തായിരിക്കും ഇനി പ്ലാൻസ് എന്ന് ഞാൻ നാളെ തൊട്ട് ഞാൻ
ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം എന്തായാലും ഞാൻ നാളെ തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറ്റന്നാൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ ജിമ്മിൽ പോകാൻ പൈസയില്ല, ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഡയറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഇടാം. നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ ഫോളോ ചെയ്തോ. ആർക്കെങ്കിലും ഒരു ഉപകാരം ആയാലോ വെച്ചിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എന്തെങ്കിലും കണ്ടന്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡയറ്റ് പ്ലാൻസ് താല്പര്യമുള്ളവർക്ക് എന്നെ ഫോളോ ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.